വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമായിരുന്നു വേദി. ചൊവ്വാഴ്ച തിരക്കിട്ട പരിപാടിയിലുണ്ടായിരുന്ന മേയർ ശ്രീ ജയൻ ബാബു സ്വാഗത പ്രസംഗത്തിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തതായി അംഗീകരിച്ച് വേദി വിട്ടിറങ്ങി. ഈ സമയത്ത് തേനി നിവാസികൾ മേയറോട് പരാതിപ്പെട്ടു. കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ചെങ്കൽച്ചൂടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ തേനി നവീകരണമെന്ന് സ്ത്രീകളടക്കമുള്ളവർ ചോദ്യം ഉന്നയിച്ചു. ഈ സമയത്താണ് CPM ജില്ലാ കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലം പ്രതിനിധിയും മുൻ മേയറുമായ വി ശിവൻകുട്ടിയുടെ ഹാഷ്യം നിറഞ്ഞ ശകാരവർഷം. രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ നാളെ ആളാണ് അവിടെ ഇരുന്നാൽ ചെന്നൈക്കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ കേട്ടോ. വേറെ ഒരു ആൾക്കാർ ഇപ്പോൾ ഞാൻ ഇറക്കി തരാം അവിടെ കാണണോ? ചെന്നൈക്കൂടേക്ക് ആർക്കും ഒരാളെ ഇറക്കണ കാണണോ? മര്യാദയ്ക്ക് കണ്ടത്തിലും കാണില്ല. മര്യാദയ്ക്ക് മര്യാദയുടെ കാണിച്ചാൽ തിരിച്ച് മര്യാദ കാണിക്കും. ഓർമ്മ ഞാൻ CPM-ന്റെ ആളായിട്ടാണ് പറഞ്ഞത്. CPM-ന്റെ ആളായിട്ടാണ് ഞാൻ പറയുന്നത്. ഓർമ്മ മര്യാദയ്ക്ക് അവിടെ തങ്ങളുടെ MLA തന്നെ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതിന് മനംനൊന്ത ചേരി നിവാസികൾ യോഗം വിട്ടിറങ്ങി. യോഗം അവസാനിച്ചുവെന്നറിയിച്ച് മടങ്ങുകയല്ലാതെ MLA-ക്കും മറ്റു മാർഗമില്ലായിരുന്നു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ഒരു MLA-ക്ക് വി ശിവൻകുട്ടി തങ്ങളോട് പ്രതികരിച്ചതെന്ന് ചെങ്കൽച്ചൂട നിവാസികൾ പറയും. ഇവിടെ വെളിയിൽ നിന്ന് ആളെ ഇറക്കി ഇവിടെ അടുപ്പിക്കുന്നു. അത് ഇവിടെ ഈ ചെങ്കൽച്ചൂടക്കകത്ത് ഞാൻ ജനിച്ചു വളർന്നതാണ്. ഇന്ന് വരെയും വെളിയിൽ നിന്ന് ആൾ വന്നിട്ടുള്ള അടിയുണ്ടാക്കിയിട്ട് പോയിട്ടില്ല. അപ്പൊ ഒരു MLA പറഞ്ഞ വാക്കാണ്. അന്യവർ പറഞ്ഞെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ നമുക്കത് കേൾക്കാം. വോട്ടിന് വന്ന് തൊഴുത് നമ്മളെ കാല് പിടിച്ച് നമ്മൾ വോട്ടിന് വേണ്ടി വർക്ക് ചെയ്ത് വോട്ട് കൊടുത്ത് ഞങ്ങളെ വോട്ട് വേണ്ടെന്ന് ഇതൊക്കെ പറയുന്നത് ഒരു സഖാവ് പറയുന്നത്. ഒരു MLA, ഒരു കൗൺസിലർ, ഒരു മേയർ, 3 പേര് ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇന്നലെയാണ് ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആരടുത്ത് ഞങ്ങളുടെ പരാതി പറയണം? മേയർക്ക് പറയാൻ പാടില്ലേ? നമുക്ക് MLA-ക്ക് പറയാൻ പാടില്ലേ? അനാവശ്യം പറഞ്ഞാൽ ഒരു MLA ഒരിക്കലും ഒരു പറയാൻ പാടില്ല. അത് പിന്നെ നമ്മൾ MLA നിന്നും കൊണ്ട് അവരുടെ മറ്റേ വേറെ തരത്തിലുള്ള സംസാരിച്ചപ്പോൾ ഞങ്ങൾ മറ്റു തരത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരുമാതിരി തേടിയൊന്നും ബോർഡിനെ കുറിച്ചത് കൊണ്ട് ഞങ്ങൾ കൂട്ടത്തിലൊക്കെ നിന്ന് അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. അല്ലാതെ MLA-യുടെ മുഖത്തോട് ഞങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടില്ല. ശിവൻകുട്ടി MLA-യുടെ പെരുമാറ്റം സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാനിമോൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക നായകരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. MLA-യുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും അവർ ജീവനോസിനോട് പറഞ്ഞു. MLA കൂടിയായ CPM നേതാവ് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ചെങ്കൽച്ചൂടയിലെ സാധാരണക്കാരായ സ്ത്രീകൾ പരാതിയുമായി ചെന്നപ്പോൾ അവർക്കെതിരെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയുണ്ടായി. ഇതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരിക്കലും ശ്രീ ശിവൻകുട്ടിക്ക് യോജിച്ചതല്ല. ഏറ്റവും കൂടുതൽ ആത്മസമ്മേളനത്തോടുകൂടി സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ പരിവേദനങ്ങൾ കേൾക്കുവാൻ ബാധ്യതപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ശിവൻകുട്ടിയുടെ പ്രവർത്തനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കല്ലിടൽ മത്സരത്തില് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ വലിയ അപരാധം തീർച്ചയായും സാധാരണക്കാരോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശ്രീ ശിവൻകുട്ടിയെ പോലെയുള്ള പൊതുപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതികരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സാംസ്കാരിക നായകന്മാരടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.
ശിവൻകുട്ടി എംഎൽഎയുടെ നിലവിട്ട പെരുമാറ്റം ശരിയായില്ല എന്ന പരാതി പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുമ്പോഴും ചേരി നിവാസികൾ തങ്ങളുടെ വർഷങ്ങളായുള്ള ദുരിതം മേയറോട് പറയുക മാത്രമാണ് ചെയ്തത്. ചെങ്കൽച്ചൂള നിവാസികളുടെ നിരന്തര ആവശ്യം പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ അവർക്ക് പൊതുവേദിയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു. അനാവശ്യമായ വിഷയത്തിൽ എംഎൽഎ ഇടപെടുകയായിരുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി. ഒരു മുറിക്കുള്ളിൽ 1-ലധികം കുടുംബങ്ങൾ 1000-ഓളം വീട്ടുകാർക്ക്